താന്തോന്നിയും പെണ്ണും ഭാഗം 7. 4-5 ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. പാറുദേവന്റെ മുറിയിൽ തന്നെയാണ് കിടക്കാറുള്ളതും മറ്റും. അതിൽ മറ്റാർക്കും പ്രശ്നമില്ലെങ്കിലും അപ്പച്ചി ശാന്തി ഒളിഞ്ഞും തെളിഞ്ഞും അവളെ കുത്തിനോവിക്കാറുണ്ട്. അതൊക്കെ കേട്ട് കണ്ണും നിറച്ചു നിൽക്കുകയല്ലാതെ മറുത്തൊരക്ഷരം അവൾ മിണ്ടില്ല. അവളെവിടെ ആ പാറു? എടി പാറു! മകളുടെ റൂമിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി വന്ന അപ്പച്ചി ദേഷ്യത്തോടെ പാറുവിനെ വിളിച്ചു. ഉണങ്ങിയ തുണികളുമായി മുറിയിലേക്ക് കയറിയവൾ അത് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് വേഗത്തിൽ താഴേക്കിറങ്ങി. എന്താ ശാന്തി, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യത്തോടെ പെങ്ങൾ ചോദിക്കുന്നത് കേട്ട് പുറത്തുനിന്ന് ദേവന്റെ അച്ഛൻ അകത്തേക്ക് കയറി. എടി മൂദേവി, നീ എടുത്ത സാധനം മര്യാദയ്ക്ക് തിരികെ തരുന്നതോ നല്ലത്. അവരുടെ മുന്നിലേക്ക് പേടിയോടെ വന്നു നിന്ന പാർവിനെ നോക്കിയവർ അത് ചോദിക്കുമ്പോൾ കാര്യം എന്താണെന്ന് അറിയാതെ അവൾ ആകെ വിഷമിച്ചു. അപ്പച്ചി, എന്ത് സാധനത്തിൻ്റെ കാര്യമാ പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. പാറു സംശയത്തോടെ തന്നെ അവരെ നോക്കി ചോദിച്ചു. ഓഹോ, നീ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നോ? മര്യാദയ്ക്ക് എടുത്ത സാധനം തന്നേക്ക്, ഇല്ലെങ്കിൽ നിന്നെ നോക്കിക്കോ. അവർ വീണ്ടും പാറുവിന് നേരെ ഉറഞ്ഞു തുള്ളി. ഇപ്പോഴും കാര്യം എന്താണെന്നറിയാതെ പാറു അങ്ങനെ നിൽക്കുകയാണ്. ശാന്തി, എന്താ കാര്യം? നീ ബഹളം വയ്ക്കാതെ കാര്യം പറയുന്നുണ്ടോ? അവിടേക്ക് വന്ന ലക്ഷ്മിയമ്മ ചോദിച്ചതും അവർ പാറുവിന് ഒന്ന് നോക്കി. ഈ നിൽക്കുന്നവൾ എൻ്റെ രേഖയുടെ ഡയമണ്ട് നെക്ലേസ് കട്ടു. എൻ്റെ കുഞ്ഞ് എന്താശിച്ചു വാങ്ങിയതാണെന്നോ അത്. അവൾ പോയപ്പോൾ ഇടാൻ മറന്നുപോയി. എന്നെ വിളിച്ചു പറഞ്ഞു അതെടുത്തു വയ്ക്കാൻ. ഞാൻ ചെല്ലുമ്പോൾ അവിടെയെങ്കും മാല കണ്ടില്ല. ഇവൾ കട്ടതാ. ഇവളല്ലാതെ ആരും ആ റൂമിൽ കയറില്ല. ശാന്തി പാറുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അയ്യോ, ഞാൻ എടുത്തിട്ടില്ല അപ്പച്ചി, സത്യമായും ഞാൻ എടുത്തിട്ടില്ല. പാറു പേടിയോടെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവളുടെ കരണം പുകച്ച് ഒരടിയായിരുന്നു ശാന്തി. ശാന്തി, നീ എന്താ ചെയ്യുന്നത്? ഈ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യം എന്താ? പിന്നെയും പാറുവിനെ അടിക്കാൻ തുടങ്ങിയ ശാന്തിയെ തടഞ്ഞുകൊണ്ട് ദേവന്റെ അച്ഛൻ മഹി അവർക്ക് മുൻപിൽ കയറി നിന്നു. ഞാൻ എടുത്തിട്ടില്ല അച്ഛാ, ഞാൻ എടുക്കുകയുമില്ല, എന്നെ വിശ്വസിക്കണം. അവൾ തൊഴുകയോടെ എല്ലാവരെയും നോക്കി, ശേഷം അപ്പച്ചിയെയും. എടി എരണം കെട്ടവളെ, നീ എടുത്തില്ലെന്നോ? രേഖയുടെ മുറി തൂത്തുവാരാൻ കയറിയത് നീ അല്ലേ? അവർ പാറുവിൻ്റെ നേരെ കൈ ചൂണ്ടി ചോദിച്ചതും അവൾ പേടിയോടെ അവരെ നോക്കി അതെ എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു. അന്നേരം ടേബിളിന് മുകളിലിരുന്ന നെക്ലേസ് നീ കണ്ടായിരുന്നു? അവർ അവളെ നോക്കി. അവരുടെ ആ ചോദ്യത്തിനും അവൾ അതേയെന്ന് തലയനക്കി. ആ, അപ്പോൾ സാധനം നീ തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അവർ വിടാൻ ഭാവമില്ലാതെ അവളുടെ മേലെ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്നു. അപ്പച്ചി, ഞാൻ എടുത്തില്ല, സത്യം. അവൾ അവരോട് കരഞ്ഞു പറഞ്ഞതും അവളുടെ കയ്യിൽ ശക്തമായി പിടിച്ചു വലിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ കയറിയവർ. ശാന്തിയുടെ പ്രവൃത്തിയിൽ മറ്റുള്ളവരും അവർക്ക് പിന്നാലെ ഓടി. നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. അവർ അവളെ മുറിക്കകത്തേക്ക് തള്ളിയതും നിലതെറ്റിയവൾ നിലത്തേക്ക് അടിച്ചു വീണു. ശാന്തി, നീ ചുമ്മാ അതിനെ ഉപദ്രവിക്കാതെ പോയേ. മാല അവിടെ എവിടെയെങ്കിലും കാണും. പാറു അങ്ങനൊന്നും ചെയ്യില്ല. മഹി വീണ്ടും പാറുവിനെ ന്യായീകരിച്ചു പറഞ്ഞതും ശാന്തി അയാളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവളുടെ സാധനങ്ങളടങ്ങിയ ബാഗ് സിബ് തുറന്ന് എല്ലാം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പാറു വീണിടത്തു നിന്ന് എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് അവരെ നോക്കി നിൽക്കുകയാണ്. അപ്പച്ചി, സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല. എനിക്കറിയില്ല അപ്പച്ചി, മാല എവിടെയെന്ന്. അവൾ കരഞ്ഞു പറഞ്ഞിട്ടും അവർ മൈൻഡ് ചെയ്തില്ല. കള്ളി, പെരും കള്ളി. എനിക്കറിയാമായിരുന്നു ഇവളാണ് എടുത്തതെന്ന്. കണ്ടോ, എല്ലാവരും കണ്ടില്ലേ? ഇവളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാ. തുണികൾക്കിടയിൽ നിന്ന് വലിച്ചെടുത്ത മാല ഉയർത്തിക്കാണിച്ച് ശാന്തി പറഞ്ഞതും എല്ലാവരും വിശ്വാസം വരാതെ പാറുവിനെ നോക്കി. പാറു അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇതെങ്ങനെ എൻ്റെ ബാഗിൽ? അവൾക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥ. അവളല്ല അത് ചെയ്തതെന്ന് പറയാൻ നാവ് പോലും ചലിക്കുന്നില്ല. അവൾ നിർവികാരതയോടെ എല്ലാവരെയും നോക്കി. എല്ലാവരും പാറുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആരും ഒന്നും ഇടുന്നില്ല. നീ എടുത്തിട്ടില്ലല്ലേ? അല്ലേടി? അതും പറഞ്ഞ് ശാന്തി പിന്നെയും പാർവതിയുടെ ഇരു കവിളിലും മാറി മാറി അടിച്ചു. വേദന കൊണ്ട് അവൾക്ക് തലയാകെ പൊട്ടിപ്പൊളിയുന്ന പോലെ. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. കവിളുകളൊക്കെ നീറിപ്പുകയെന്ന പോലെ. അപ്പച്ചി, ഞാൻ എടുത്തിട്ടില്ല. അമ്മ, സത്യമായും ഞാൻ എടുത്തിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. അവൾ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞതും അവർ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ എടുക്കാതെയാണോ പാറോ അത് നിന്റെ ബാഗിൽ വന്നത്? നിന്നിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവരുടെ വാക്കുകൾ കേൾക്കെ പാറു ആകെ തളർന്നുപോയി. പാർവതി, ഇനി മുതൽ പുറത്തെ ജോലികൾ മാത്രം ചെയ്താൽ മതി. അകത്തേക്ക് ഞങ്ങൾ വിശ്വാസമുള്ള ഒരാളെ വെച്ചോളാം. ലക്ഷ്മി പറഞ്ഞതും പാറു അവരെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു.
ആരുമില്ലേ എന്നെ ഒന്ന് വിശ്വസിക്കാൻ? ഇന്ന് വരെ ആരുടെയും മുതൽ മോഷ്ടിച്ചിട്ടില്ല. കിട്ടുന്നത് പോലും തിരികെ ഏൽപ്പിക്കാറുണ്ട്. എന്നിട്ടും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോകുന്നവരെ കണ്ട് അവൾക്ക് ശരിക്കും സങ്കടം വന്നു. അപ്പോഴാണ് റൂമിന് മുന്നിൽ അവളെയും നോക്കി നിൽക്കുന്ന നിത്യയെ കണ്ടത്. പാറു അങ്ങോട്ടേക്ക് ചെന്നു. ചേച്ചി, സത്യമായും ഞാൻ എടുത്തിട്ടില്ല. ചേച്ചിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. നിത്യയോടായി അവൾ അത് പറയുമ്പോൾ ചെറു ചിരിയോടെ ആ പെണ്ണിനെ ചേർത്ത് പിടിച്ചവൾ. എനിക്കറിയാം ഈ പാറു അങ്ങനെ ചെയ്യില്ലെന്ന്. നിത്യയുടെ വാക്കുകൾ പാറുവിൻ്റെ മനസ്സിൽ കുറച്ചെങ്കിലും ആശ്വാസമേകി. അവൾ നന്ദിയോടെ ചേച്ചിയെ നോക്കി. നിനക്ക് വേദനിക്കുന്നില്ലേ പാറു? 2 കവിളിലും ചുവന്ന് വീങ്ങി തിണർത്തിട്ടുണ്ട്. ഞാൻ ഐസ് എടുത്തിട്ട് വരാം. അതും പറഞ്ഞു പോകാൻ തുടങ്ങിയ നിത്യയെ തടഞ്ഞു പാറു. വേണ്ട ചേച്ചി, വയ്യാതെ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട. ഞാൻ പുറത്തേക്ക് ചെല്ലട്ടെ, ജോലി ഒത്തിരി ഉണ്ടാകും. പാറു കണ്ണുകൾ തുടച്ച് മുറിയിലേക്ക് കയറി. വലിച്ചെറിഞ്ഞ വസ്ത്രങ്ങൾ ഒക്കെ ബാഗിൽ അതേപോലെ വച്ച് കബോർഡിലേക്ക് എടുത്തു വെച്ചു. അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ ബാത്റൂമിൽ കയറി അവിടെയുള്ള കണ്ണാടിയിലേക്ക് നോക്കി. 2 കവിളിലും ചുവന്നും തിണർത്ത് കിടക്കുന്നുണ്ട്. ഞാൻ കള്ളിയല്ല. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. പിറ്റേ ദിവസം റൂമിൽ നിന്നിറങ്ങി വന്നവളെ കണ്ടിട്ടും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ദേവകി അമ്മേ, ഒരു ചായ ഇട്ടെ. നല്ല തലവേദന. ശാന്തി പാറുവിനെ നോക്കി ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. പാറു എല്ലാവരെയും ദയനീയമായി ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു സ്ത്രീ അവിടേക്ക് വന്നു. 19 വയസ്സ് തോന്നിക്കും. അടുക്കളപ്പണിക്ക് പുതുതായി നിർത്തിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. ദേവകി അമ്മേ, കയ്യിൽ വിലപിടിപ്പുള്ള വല്ല സാധനങ്ങളും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ചോ. ഇവിടെ ചില കള്ളികളൊക്കെ ഉണ്ട്. ശാന്തി പറഞ്ഞതും അത് തന്നെയാണ് കുത്തിപ്പറഞ്ഞതെന്ന് മനസ്സിലായ പാറു തികൊട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. എനിക്ക് ആരുമില്ലാത്തത് കൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും. പിറുപിറുത്തു കൊണ്ടവൾ കണ്ണുകൾ തുടച്ച് കീറി ഇട്ടിരിക്കുന്ന വിറകു കഷ്ണങ്ങൾ പറക്കി ചായപ്പിലേക്ക് കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. രാത്രി പനിച്ചു വിറഞ്ഞു കിടക്കുന്നവളെ ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല. വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് പോലും എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുകയായിരുന്നവൾ. ആകെ തളർന്ന് വശം കെട്ട് പോയവൾ. ആരുമില്ല ഒന്ന് നോക്കാൻ പോലും, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരുമില്ലാതായി പോയതോർക്കെ അവളുടെ നെഞ്ചു വിങ്ങി. പിറ്റേ ദിവസം റൂമിലേക്ക് വന്ന നിത്യ കാണുന്നത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാതെ കിടക്കുന്ന പാറുവിനെയാണ്. പാറു, മോളെ പാറു. ഹരിയേട്ടാ, ഒന്നിങ്ങ് വന്നേ. പാറുവിനെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. നിത്യ ഡോറിനടുത്തേക്ക് ചെന്ന് പറയുന്നത് കേട്ടതും ഡ്രസ്സ് ചെയ്തുകൊണ്ട് നിന്ന ഹരി അവളുടെ അടുത്തേക്ക് ചെന്ന് സംശയത്തോടെ നോക്കി. തുടരും. കഥയുടെ പുതിയ ഭാഗം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.